ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടുഡേസ് റീഡിംഗ് ഇസ് ഓൾ അബൌട്ട് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം അത്രമേൽ നിങ്ങളോടുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. സോ അത് നോ കോണ്ടാക്ട്, ബ്രേക്കപ്പ്, സ്മൂത്ത് ഗോയിങ് എല്ലാ സിറ്റുവേഷനിലും നിൽക്കുന്ന ആൾക്കാർക്കും ഇത് കാണാവുന്നതാണ്. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോറി ഗൈസ്, തൊണ്ടയ്ക്ക് കുറച്ച് ഇതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുക. തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വളരെയധികം ഒരു മനസമാധാനമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ബ്രേക്കപ്പ്, സ്മൂത്ത് ഗോയിങ്, അങ്ങനെ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും വളരെയധികം ഒരു സമാധാനപൂർണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണായിട്ട് നിങ്ങൾ തല്ല് പിടിക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ് ചെയ്യാനോ, അതായത് വാക്കുതർക്കം, തല്ലുപിടുത്തം അങ്ങനെ ചെയ്യാനോ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനോ, കുറ്റം ചൂണ്ടിക്കാണിക്കാനോ ഒന്നും നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു സമാധാനപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, അതാണ് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ എത്രത്തോളം സെപ്പറേഷൻ പീരീഡിലേക്കും പ്രോബ്ലത്തിലേക്കും പോയാലും നിങ്ങൾക്കിടയിൽ ഒരു ലവ് ബോണ്ടിങ് ഉണ്ട്. അതായത് ആ ഒരു സ്നേഹത്തിൻ്റെ അതായത് ഒരിക്കലും പറ്റാത്ത ആ ഒരു സ്നേഹം, അതിൻ്റെ സാന്നിധ്യം നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സ്നേഹത്തിന്റെ തരിമ്പ് അല്ലെങ്കിൽ ആ ഒരു തരി പോലും നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പ്രധാനമായും കാണാൻ സാധിക്കുന്നത്. പിന്നെന്താന്ന് വെച്ചാൽ നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒറ്റ നോട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ ഒന്നും ചെയ്യുന്നില്ല, ഈ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, തീരുമാനങ്ങൾ എടുക്കുന്നില്ല, അങ്ങനെയൊക്കെ. പക്ഷെ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, പല ഡിസിഷൻസും എടുക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നുമുണ്ട്. ഇപ്പൊ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ചും കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഈ പേഴ്സൺ, അതായത് ഒരുപാട് നോളജ് ഉള്ള വ്യക്തിയാണ് ഈ പേഴ്സൺ. ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ പേഴ്സൺ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് ഈ പേഴ്സൺ നിൽക്കുന്നതും മുന്നോട്ട് പ്രവർത്തിച്ചു കൊണ്ട് പോരുന്നതും. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ഒരിക്കലും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഒരു വിവേകമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു ബോധമില്ലാത്ത രീതിയിൽ ഈ പേഴ്സൺ നിൽക്കുകയാണ്, ഒരു പൊട്ടനായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ എന്താ പറയുക, ഒരു നിസ്സഹായനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കരുത്. ഈ പേഴ്സൺ എന്ന് പറയുന്നത് സൈലന്റ്ലി മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് മറ്റുള്ളവരെ കാണിച്ചും പ്രഹസനം കൊള്ളിച്ചും എല്ലാവരെയും അറിയിച്ചും എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിൽ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പേഴ്സണാലിറ്റി അല്ല ഈ വ്യക്തി. ഈ വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്ലോ ആൻഡ് സ്റ്റഡി എനർജിയാണ്. ചെയ്യുന്ന നീക്കങ്ങൾ വളരെ പതുക്കെയും സോഫ്റ്റുമായിരിക്കും. പക്ഷെ അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാകാം ഈ വ്യക്തി ഒരു ഡിസിഷൻ എടുക്കുന്നില്ല, നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്
ഈ പേഴ്സൺ ആക്ച്വലി നിങ്ങളോട് സ്നേഹമില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ചിന്തകൾ മാറ്റി വെക്കേണ്ടതുണ്ട്. കാരണം ഈ പേഴ്സണ് നിങ്ങളോട് സ്നേഹം തന്നെയാണ്. ബട്ട് ഈ പേഴ്സണ് എന്തൊക്കെയോ കാര്യങ്ങൾ ഡീലപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ചില സമയങ്ങളിൽ ഈ വ്യക്തി നിങ്ങളായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതായിട്ട് നമുക്ക് കാർഡ്സിൽ നിന്നും കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പൊ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിലും ഭയങ്കര നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒന്നും അല്ല. ഇടക്കിടക്ക് നിങ്ങൾക്കൊരു ഹായ് ബൈ മെസ്സേജ്, അത് കാര്യമായിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് ഇല്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് വിശേഷം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിനക്ക് സുഖമാണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗുഡ് നൈറ്റ് എന്നുള്ള രീതിയിലെങ്കിലും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങൾക്കാണെങ്കിലും അത്തരത്തിലുള്ള ആ ഒരു ടൈപ്പ് ഓഫ് മെസ്സേജസ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലേക്കും കടന്നു വരുന്നത് പ്രതീക്ഷ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സണും അത് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് തരാൻ ശ്രമിക്കുന്നത്, ആ ഒരു പ്രതീക്ഷ. പക്ഷെ ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ട സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇപ്പൊ റൊമാൻസ് കാണിക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ച് പോകാനോ ഒരുമിച്ച് ചില്ല് ഔട്ട് ചെയ്ത് നടക്കാനോ പറ്റുന്ന ഒരു അവസ്ഥയല്ല. കാരണം ഇവിടെ നിങ്ങൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ വന്നു കൂടിയിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് വിസിറ്റേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അനാവശ്യമായിട്ടുള്ള അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ പേഴ്സന് വന്നിരിക്കുന്ന കല്യാണാലോചനകളായിരിക്കണം, സംതിങ് ലൈക്ക് ദാറ്റ്, എക്സെട്ര എക്സെട്ര, അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കണം. സോ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പലതരത്തിലുള്ള റിവേഴ്സ് ആയിട്ടുള്ള എനർജീസ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് തന്നെയാണ് ഇപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ തന്നെയാണ് ഈ പേഴ്സന് കോൺഫിഡൻസ് ഉള്ളത്, പ്രതീക്ഷയും ഉള്ളത്. നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്. പക്ഷേ എന്താന്ന് വെച്ചാൽ ആ ഒരു അനാവശ്യമായിട്ടുള്ള തേർഡ് പാർട്ടികളെ നിഗ്രഹിക്കുക, അതായത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ആ ഒരു തേർഡ് പാർട്ടിയെ ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പുതിയ ഒരു ലൈഫ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു നോളജ് ഈ പേഴ്സൺ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ പേഴ്സൺ നല്ല ഒരു സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ അഴുക്ക് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലം ഇവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്ന നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്കിടയിൽ ഉണ്ട്. അപ്പോൾ അവരുടെ സാന്നിധ്യം തീർച്ചയായിട്ടും നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളെ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഇൻവൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് വളരെയധികം ബോറിംഗ് ആയിട്ടുള്ള, വളരെയധികം, അതായത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള പ്രണയമാണ്, സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞാലും അത് പിന്നീട് ടോക്സിക് ആവുകയും ചെയ്യും. കാരണം ഇത്തരത്തിലുള്ള നെഗറ്റീവ് ക്യാരക്ടേഴ്സ് നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നിങ്ങൾ ഈ പേഴ്സണെ ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ടോ, ഒരുപാട് ധൃതി പിടിപ്പിച്ചിട്ടോ, ടെൻഷൻ അടുപ്പിച്ചിട്ടോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സോ എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം, കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് കാര്യങ്ങൾ പതുക്കെ നീക്കിയാൽ മാത്രമേ അത് നല്ലൊരു സക്സസിലേക്ക് നാളെ വന്ന് അവസാനിക്കുകയുള്ളൂ, വന്നെത്തുകയുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങളിവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കാം. മാജിക്കൽ പവറാണ് നമുക്ക്, മാജിക്കൽ പ്രയർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് പ്രാർത്ഥനകളിലൂടെ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതിലെപ്പോഴും ആ ഒരു യൂണിവേഴ്സൽ പവറിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ചിലപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരായിരിക്കും, നിങ്ങൾ ഒന്നിലും വിശ്വസിക്കാത്ത എത്തിസ്റ്റുകൾ ഉണ്ടാകാം. പക്ഷെ എന്താണെങ്കിൽ പോലും ഒരു പവർ ഉണ്ട്, നമ്മൾ എല്ലാത്തിനെയും മുന്നോട്ട് നയിക്കുന്ന ഒരു അതീന്ദ്രിയ ശക്തി ഉണ്ട്. അപ്പൊ ആ ഒരു ശക്തിയിൽ എപ്പോഴും ബിലീവ് ചെയ്യുക, വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ട് നല്ല രീതിയിലുള്ള
ഒരു ന്യൂ സ്റ്റാർട്ടപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ പറയുന്നതായിരിക്കും. സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.